ഇന്ന് നമ്മളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ടുള്ള മുട്ടക്കറി. അതിലേക്ക് ഞാനിപ്പോൾ തേങ്ങ, വലിയ ജീരകം, ചെറിയ ഉള്ളി, കറിവേപ്പില അത് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം ഒരു ബ്രൗൺ നിറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണാവുള്ളൂ കേട്ടോ മല്ലിപ്പൊടി. പിന്നെ നെക്സ്റ്റ് ഇടുന്നത് മുളക് പൊടി. അത് നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ കുറച്ച്, ഈ സമയത്തൊക്കെ ഗ്യാസ് സിമ്മിലാണ് ഇടാൻ കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മസാലകളൊക്കെ കരിഞ്ഞു പോകും. കുറച്ച് ഗരം മസാല. പിന്നെ ഞാനിപ്പോൾ ഒരു ഏലക്കയും, ഒരു ഏലക്ക ഇടുന്നുള്ളൂ, ഒരു ഏലക്കയും ഒരു പട്ടൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ഒരു മസാലയുടെ പച്ചനിറം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സീൻ്റെ ജാറിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. ഉള്ളിയോ തക്കാളിയോ ഒന്നും വേണ്ട, ഈസി ആയിട്ട്. ഇപ്പം നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഓക്കെ, അരപ്പ് അരച്ച് ഒഴിച്ചു. ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് പാകാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ടെടുക്കാം. ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ നമ്മൾ ഉപ്പിട്ടെടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഓക്കെ, അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ല തിളച്ച് നമ്മുടെ മുട്ടയ്ക്കൊന്ന്